നമ്മുടെ രാജ്യം സമസ്ത മേഖലകളിലും ബഹുദൂരം മുന്നോട്ട് പോയെങ്കിലും സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങളിൽ ഇന്നും അപരിഷ്കൃതരേക്കാൾ കഷ്ടമാണ്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നവരെ ഉടനടി വെടിവെച്ചു കൊല്ലണമെന്ന് പറയുന്നവർ സമൂഹത്തിൽ ഏറെയുണ്ട്. ഇത്തരക്കാരുടെ ഹീറോയാണ് ഇപ്പോൾ ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറായ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് VC സജ്ജനാർ. എന്താണ് സജ്ജനാറെ ഇത്ര കണ്ട് ജനപ്രിയനാക്കിയത്? സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ വ്യാജ ഏറ്റുമുട്ടലെന്ന് കണ്ടെത്തിയിട്ടും സജ്ജനാർ സ്റ്റൈലിന് രാജ്യമാകെ ആരാധകർ ഏറെയാണ്. ഡിസംബറിൽ ആന്ധ്രയിലെ വാറങ്കലിൽ നടന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ. അന്നാണ് VC സജ്ജനാർ എന്ന പേര് രാജ്യമാകെ ശ്രദ്ധിച്ചത്. പ്രത്യേകിച്ചും സ്ത്രീകൾക്കും യുവാക്കൾക്കുമിടയിൽ ഈ IPS ഓഫീസറെ ഏറെ പ്രിയങ്കരനാക്കിയ സംഭവമായിരുന്നു അത്. പിന്നീട് ബലാത്സംഗ കൊലകൾ നടന്നപ്പോഴൊക്കെ വാറങ്കൽ മോഡൽ നടപ്പാക്കാനായി മുറവിളി ഉയർന്നിട്ടുണ്ട്. 2019 ഹൈദരാബാദിൽ വനിതാ വെറ്ററിനറി ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം മൃതദേഹം ചുട്ടരിച്ച സംഭവം ഉണ്ടായപ്പോൾ സൈബരാബാദ് മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണറായിരുന്നു VC സജ്ജനാർ. അന്നും പ്രതികളെ പോലീസ് വെടിവെച്ച് കൊന്നതോടെ സജ്ജനാറിന്റെ ജനപ്രീതി വർദ്ധിച്ചു. എന്നാൽ ആ സംഭവം വൻ വിവാദമാവുകയും അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തൽ പുറത്തുവരികയും ചെയ്തത് സജ്ജനാറിന് മേൽ കരുനിഴൽ വീഴ്ത്തി. വാറങ്കലിൽ 2 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ നേരെ ആസിഡാക്രമണം ഉണ്ടായപ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു VC സജ്ജനാർ. പ്രണയം നിരസിച്ചതിനാണ് പെൺകുട്ടിയുടെയും കൂട്ടുകാരുടെയും ദേഹത്ത് 3 യുവാക്കൾ ചേർന്ന് ആസിഡ് ഒഴിച്ചത്. ആക്രമണത്തെ തുടർന്ന് ഒരു പെൺകുട്ടി മരിച്ചു. സംഭവത്തിൽ ശ്രീനിവാസ്, സഞ്ജയ്, ഹരികൃഷ്ണ എന്നീ പ്രതികൾ അറസ്റ്റിലായി. പ്രതികളുമായി ബൈക്ക് കസ്റ്റഡിയിലെടുക്കാൻ പോയപ്പോഴായിരുന്നു രാജ്യമാകെ വാർത്തകൾ നിറഞ്ഞ ഏറ്റുമുട്ടൽ കൊല. 3 പ്രതികളെയും പോലീസ് വെടിവെച്ചു കൊന്നു. പോലീസ് സംഘത്തിന് നേരെ ഇവർ ആക്രമണം നടത്തിയതിനെ തുടർന്ന് വെടിവെച്ചെന്നായിരുന്നു സജ്ജനാറിന്റെ വിശദീകരണം. സജ്ജനാർക്കെതിരെ അന്ന് തന്നെ ചില പ്രതിഷേധമുയർത്തിയെങ്കിലും കൈയടിച്ചവരായിരുന്നു അന്ന് കൂടുതൽ. ആ ഒറ്റ സംഭവത്തോടെ സജ്ജനാർ വാറങ്കലിൽ ഹീറോ ആയി. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തെ കാണാനായി ഓഫീസിൽ എത്തിയിരുന്നത്. വിവിധയിടങ്ങളിൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. നാടെങ്ങും വിദ്യാർത്ഥികൾ സജ്ജനാറിനെ മാലയിട്ടു സ്വീകരിച്ചു. വാറങ്കലിലെ ചുവട് പിടിച്ച് പിന്നെ പലയിടങ്ങളിലും സമാന സംഭവങ്ങളും ഉണ്ടായി. തെലങ്കാനയിൽ 2019 നവംബറിലാണ് ഇരുചക്രവാഹനം കേടായതിനെ തുടർന്ന് രാത്രി വഴിയിൽ ഒറ്റപ്പെട്ടു പോയ വനിതാ വെറ്ററിനറി ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ഹൈദരാബാദ് ബംഗളൂരു ദേശീയപാതയിലെ കലിങ്കിനടിയിലാണ് പുലർച്ചെ ഡോക്ടറുടെ കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ ലോറി ഡ്രൈവർ മുഹമ്മദ് ആരിഫ്, ക്ലീനിംഗ് തൊഴിലാളികളായ ജൊല്ലു ശിവ, ജൊല്ലു നവീൻ, ചെന്നകേശവലു എന്നിവർ പിടിയിലായി. ആരിഫും ശിവയും ലോറിയിൽ ഇഷ്ടികയുമായി വന്നതായിരുന്നു. സാധനമിറക്കാൻ വൈകിയതുകൊണ്ട് അവർ ടോൾ പ്ലാസയിൽ കാത്തു നിൽക്കുമ്പോൾ സുഹൃത്തുക്കളായ മറ്റു പ്രതികൾ സ്ഥലത്തെത്തി. വൈകിട്ട് 6:15 യുവതി ഇരുചക്രവാഹനത്തിലെത്തിയത്. വാഹനം അവിടെ വെച്ച് യുവതി പോകുന്നത് കണ്ടപ്പോഴാണ് 4 പേരും ചേർന്ന് കുറ്റകൃത്യം ആസൂത്രണം ചെയ്തത്. തുടർന്ന് സ്കൂട്ടറിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടു. രാത്രി 9-ന് ഡോക്ടർ തിരിച്ചെത്തിയപ്പോൾ സഹായിക്കാമെന്ന വ്യാജേന ഇവർ അടുത്തുകൂടി. പഞ്ചറൊട്ടിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ വാഹനം കൊണ്ടുപോയി. കുറച്ചു സമയം കഴിഞ്ഞ് കടകളെല്ലാം അടച്ചെന്ന് പറഞ്ഞ് ഇയാൾ തിരിച്ചെത്തി. ആ സമയം ഡോക്ടർ സഹോദരിയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അപരിചിതരായ യുവാക്കളുടെ മട്ടും ഭാവവും കണ്ട് ഭയം തോന്നുന്നെന്നും ഇവർ സൂചിപ്പിച്ചു. സഹോദരി 9:45 തിരിച്ചു വിളിച്ചപ്പോൾ ഫോൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് വീട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു. അടുത്ത ദിവസം പുലർച്ചെയാണ് മൃതദേഹം കണ്ടെത്തിയത്. 26-കാരിയായ ഡോക്ടറെ പ്രതികൾ ഊഴമിട്ട് പലതവണ പീഡിപ്പിച്ചെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. ആ സമയത്ത് യുവതിയുടെ മുഖം മറച്ചിരുന്നു. അതാണ് മരണകാരണമായതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. അതിക്രൂരമായ കൂട്ടബലാത്സംഗ കൊലയ്ക്ക് ശേഷം പ്രതികൾ പെട്രോൾ വാങ്ങി വന്ന് പുലർച്ചെ 2:30 മൃതദേഹം കത്തിക്കുകയായിരുന്നു. 2019 ഡിസംബർ 6 ഹൈദരാബാദ് ബലാത്സംഗ കൊലയിലെ പ്രതികളെല്ലാം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത അന്ന് പുലർച്ചെയാണ് രാജ്യം കേട്ടത്. വനിതാ ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ടതിന് പിന്നാലെ വാറങ്കൽ മോഡൽ നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം നടന്നിരുന്നു. ഡൽഹിയിലെ നിർഭയ കേസിന് സമാനമായ അതിക്രൂര സംഭവമായതിനാൽ അന്നത്തെ തെലങ്കാന സർക്കാരും വലിയ വിമർശനങ്ങൾ കേട്ടു. എന്നാൽ അറസ്റ്റിലായ 4 പ്രതികളും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടെന്ന വാർത്ത വന്നതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ജനം പൂക്കളും മധുരവും നൽകി സജ്ജനാരെ താരമാക്കി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും ആ കൊലപാതകങ്ങൾ തെരുവുകൾ ആഘോഷമാക്കി. എന്നാൽ ഇതധികം നീണ്ടില്ല. തെളിവെടുപ്പ് നടക്കുന്നതിനിടെ പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ വെടിവെച്ചെന്നായിരുന്നു പോലീസ് വാദം. മുഖ്യപ്രതിക്ക് 4 തവണ വെടിയേറ്റതായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പ്രതികളെ ആസൂത്രിതമായി കൊന്നതാണെന്ന ആരോപണം ഉയർന്നു. തുടക്കത്തിൽ പോലീസും സർക്കാരും ഇതിനെ സമർത്ഥമായി പ്രതിരോധിച്ചു. എന്നാൽ കോടതിയുടെ ഇടപെടലുണ്ടായതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. ആ മാസം തന്നെ സുപ്രീം കോടതി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു.
സുപ്രീം കോടതിയിലെ മുൻ ജസ്റ്റിസ് VS സിർപ്പുക്കറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സമിതി പ്രതികളെ വധിച്ചത് വ്യാജ ഏറ്റുമുട്ടലിലൂടെയാണെന്ന് കണ്ടെത്തിയതോടെ അതുവരെ നായകനായിരുന്ന സജ്ജനാറിന് വില്ലൻ പരിവേഷമായി. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നായിരുന്നു അന്വേഷണ കമ്മീഷന്റെ നിർദ്ദേശം. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായി തെലങ്കാന ഹൈക്കോടതിയുടെ വിധി പിന്നീടുണ്ടായെങ്കിലും ആ സംഭവത്തിൽ ഇന്നും നിയമപോരാട്ടം പൂർണ്ണമായി നിലച്ചിട്ടില്ല. കർണാടക സ്വദേശിയാണ് 1996 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ VC സജ്ജനാർ. നിലവിൽ ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണറായ അദ്ദേഹം ബെറ്റിംഗ് ആപ്പുകൾക്കെതിരായ കേന്ദ്ര സർക്കാർ നടപടികളെ പ്രകീർത്തിച്ചും കുട്ടികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയുമൊക്കെ ഇന്നും വാർത്തകൾ നിറയുന്നുണ്ട്. മമ്മൂട്ടിയെ നായകനാക്കി B. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ക്രിസ്റ്റഫർ എന്ന സിനിമയ്ക്ക് പ്രചോദനമായത് ഈ പോലീസ് ഓഫീസറുടെ ജീവിതമാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. വൈകി ലഭിക്കുന്ന നീതി നിഷേധത്തിന് തുല്യമാണെന്ന തിരിച്ചറിവിൽ നിയമം കയ്യിലെടുത്ത സിനിമയിലെ നായക കഥാപാത്രത്തെ കയ്യടിയോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. അതെന്തായാലും നിയമവ്യവസ്ഥയിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് ഇത്തരം എൻകൗണ്ടർ കൊലകളെ കണ്ണടച്ച് ന്യായീകരിക്കാനാവില്ല. സ്ത്രീപീഡകർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നത് വസ്തുതയാണ്. എന്നാൽ പ്രതികളെന്ന് പോലീസ് കണ്ടെത്തുന്നവരെ വഴിയോരത്ത് ചുട്ടുതള്ളി ശിക്ഷ നടപ്പാക്കിയാൽ പിന്നെ കോടതികൾക്ക് എന്താണ് പ്രസക്തി?